മൂസിമില്ലൈറ്റ് ആണ്. പിന്നെ എല്ലാവരുടെയും സംശയമാണ് ഈ ട്രീറ്റഡ് മഹാഗണി എന്താന്നുള്ളത്. അത് നമ്മൾ ഇന്ന് തീർത്തരാൻ പോവാണ്. എന്താണ് ട്രീറ്റഡ് മഹാഗണി എന്നുള്ള സാധനം തീർത്തരാൻ പോവാണ്. ഇത് നമ്മളെ 3+1 സോഫയാണ്. എല്ലാവരും പറഞ്ഞ പോലെ ഇത് ട്രീറ്റഡ് മഹാഗണിയാണ്. അപ്പോൾ ഇനി എന്താണ് ട്രീറ്റഡ് മഹാഗണി എന്ന് പറഞ്ഞതിന് മുന്നേ ഞാൻ പറഞ്ഞുതരാം. ഈ സോഫേനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇത് നമ്മൾ 32 ഡെൻസിറ്റിയിലാണ് ഇതിന്റെ ഫോം ചെയ്തേക്കുന്നത്. ഇതിന്റെ കെയിനെല്ലാം ഒറിജിനൽ രത്തൻ കെയിനാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ട്രീറ്റഡ് മഹാഗണി എന്താണെന്ന് എല്ലാവർക്കും പറഞ്ഞുതരാം. ട്രീറ്റഡ് മഹാഗണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹാഗണി എന്ന് പറഞ്ഞ വുഡ്, ഞാൻ ഇരിക്കുകയാണ് കേട്ടോ. മഹാഗണി എന്ന് പറഞ്ഞ വുഡ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് കുത്തി പോകുന്ന മരമാണ് മഹാഗണി. അപ്പോൾ അത് കമ്പാരിറ്റീവ്ലി വില കുറവാണ്. പക്ഷേ ട്രീറ്റഡ് മഹാഗണിക്ക് ആൾക്കാർ ഭയങ്കര വലിയ ഹെവി പ്രൈസാണ് ചാർജ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ മഹാഗണി പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യണം. ആ ട്രീറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് കിലൻ ട്രീറ്റിംഗ് എന്നാണ് അതിനെ നോർമലി എല്ലാവരും പറയുന്ന ഒരു പേര്. ഈ കിലൻ ട്രീറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു 3500 to 5000 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഈ മരത്തിൻ്റെ പീസുകൾ മരം കട്ട് ചെയ്ത് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യും. എന്നിട്ട് ഇത് നമ്മളൊരു ബോക്സിൽ വലിയ ചേമ്പറിൽ ഇട്ടിട്ട് കെമിക്കൽ അടിക്കും. പ്രഷറിന് കെമിക്കൽ അടിച്ചു കഴിഞ്ഞിട്ട് അതൊരു 2 ഇഞ്ച് കനം വരെ ആണെങ്കിൽ നമുക്കൊരു 8 മണിക്കൂറത്തെ പ്രോസസ്സാണ്. ഇത് കെമിക്കൽ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മളിത് വലിയൊരു റൂമിലേക്ക് ആക്കിയിട്ട് ഒരു ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഇതിനകത്ത് ഹീറ്റ് കൊടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനകത്ത് ആർട്ടിഫിഷ്യലായിട്ട് ഹീറ്റ് കൊടുത്തോണ്ടേ ഇരിക്കണം. ആ ചൂട് കുറയാനും പാടില്ല, കൂടാനും പാടില്ല. അത് കൂടി കഴിഞ്ഞാൽ ഈ മരം വിണ്ട് കയറും. കുറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. റീസ്റ്റാർട്ട് ചെയ്താൽ ഈ മരം വിണ്ട് കയറും. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര കണ്ണിങ് ആയിരിക്കണം ആ സാധനത്തിൽ. അപ്പോൾ നമ്മളത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഹീറ്റിംഗ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വാട്ടർ കണ്ടന്റ് നമ്മൾ ചെക്ക് ചെയ്യും മരത്തിൻ്റെ അകത്തുള്ള. അത് നമുക്ക് 10 ബിലോ അല്ലെങ്കിൽ 12 ബിലോ വന്നാലാണ് മരം നമുക്ക് ഫർണിച്ചർ ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുന്നതാണ് ഈ ട്രീറ്റിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞത്. 2 ടൈപ്പ് ട്രീറ്റിംഗ് ഉണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ആൾക്കാർ വെറുതെ കെമിക്കൽ സ്പ്രേ ചെയ്യും. രണ്ടാമത്തെ ഞാൻ പറഞ്ഞ ട്രീറ്റിംഗ് കിലൻ ട്രീറ്റിംഗ്. അപ്പോൾ നമുക്ക് വില കുറഞ്ഞ സാധനം കിട്ടുമ്പോൾ ഒരിക്കലും കിലൻ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. കിലൻ ട്രീറ്റ് ചെയ്യുന്നതിന് നല്ലൊരു കോസ്റ്റ് വരും. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു പ്രോസസ്സ് എല്ലാം കഴിഞ്ഞാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ YML എന്ന് പറഞ്ഞ ഇമ്പോർട്ടഡ് പോളിഷൊക്കെ വെച്ച് ഇതിനകത്ത് ചെയ്യുന്നതെങ്കിൽ അത് നല്ലൊരു കോസ്റ്റ് വരും. ഒരു പ്രൊഡക്റ്റിന് ഒരു ചെയറിനൊക്കെ ഒരു 3000, 4000, 5000 റുപ്പീസൊക്കെ വരും. അപ്പോൾ അതാണ് അതിൻ്റെ മാറ്റങ്ങൾ വരുന്നത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞല്ലോ, നമ്മുടെ സോഫയാണ് 3+1 ആണ്. നമുക്ക് രത്തൻ കെയിനാണ് വരുന്നത്. പിന്നെ ഇത് നമ്മൾ പ്രോപ്പർ ട്രീറ്റ് ചെയ്ത സാധനമാണ്, കിലൻ ട്രീറ്റ് ചെയ്ത സാധനമാണ്. നമ്മളൊരു ഓഫറിന് 27,500 ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ പോരെ, ഒറ്റ പീസേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ 35-40 പ്രൈസ്